മെയിൻ്റനൻസ് മുതൽ കാർഗോ ഓപ്പറേഷൻ മുതൽ നാവിഗേഷൻ വരെ നമുക്കൊരു ക്രൂവിന് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് കപ്പലിൻ്റെ സ്റ്റിയർ പിടിച്ച് കപ്പൽ ഓടിക്കുന്ന അത് ക്രൂ ആണ് ചെയ്യുന്നത്. 24 മണിക്കൂർ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കണ്ടിന്യൂ. 30 മണിക്കൂറൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ 10 മണിക്കൂർ അല്ലെ 12 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പണി നിർത്തി, ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറയാൻ ഒരു ഓപ്ഷൻ നമുക്കില്ല. നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ട് വരൂ, കപ്പലിൽ 1 ലക്ഷം രൂപ ശമ്പളം എന്നൊരു ക്യാപ്ഷൻ കാണുമ്പോൾ ജിപി റേറ്റിംഗ് എടുത്ത് പഠിച്ച് ഇവർ എങ്ങനെയും കപ്പലിൽ കയറിയെന്നിരിക്കട്ടെ. ഞാൻ അതാ പറഞ്ഞത്, നാളെ ഒരു ദിവസം മെഡിക്കൽ അൺഫിറ്റ് ആവുകയോ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്ക് വേറെ ഓപ്ഷൻ പിന്നീടില്ല. ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് കുറേ പിള്ളേർ ഒരുപാട് പേര് പെട്ടുപോകുന്നുണ്ട്. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് എറണാകുളത്താണ്. ഒപ്പമുള്ളത് ഒരു പത്തനംതിട്ടക്കാരനും. സംസാരിക്കുന്നത് ഏറെ പേർക്ക് അപരിചിതമായ എന്നാൽ ഒരുപാട് പേർക്ക് താല്പര്യമുള്ളതുമായ കടൽ യാത്രകളെ പറ്റിയാണ്. ഒരു കടൽ സഞ്ചാരി, കടൽ ജീവി എന്നറിയപ്പെടുന്ന വിഷ്ണു. നമസ്കാരം. നമസ്കാരം. കടൽ ജീവി. അതെ, വിഷ്ണു. വിഷ്ണു. ഇതിലേതാണ് ശരിക്കും ജീവി? കടൽ ജീവിയാണോ വിഷ്ണു ആണോ കൂടുതൽ? വിഷ്ണു കടൽ ജീവിയാണ്, അതുകൊണ്ട് തന്നെ പേര് കടൽ ജീവി കിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നത് കൂടുതൽ ഇപ്പോൾ കടൽ ജീവികൾ ധാരാളം പേരുണ്ട് ഈ മറൈനിൽ വർക്ക് ചെയ്യുന്നവർ. അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പോകുന്ന സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്നത് കൊണ്ട് കരജീവിയും കൂടിയാണ്. തീർച്ചയായിട്ടും കടൽ ജീവി മാത്രമല്ല കരജീവിയും കൂടിയാണ്. അപ്പൊ അത് ഈക്വൽ ആയിട്ട് വരും രണ്ടും, അല്ലേ? അതെ. എങ്ങനെ എത്തിപ്പെട്ടു ഈ മറൈനിൽ? അതെ, പത്തനംതിട്ട. പത്തനംതിട്ടക്കാരൻ മറൈനിലെത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു. പത്തനംതിട്ടക്കാരൻ എന്ന് പറയുമ്പം ശരിയാണ്, പത്തനംതിട്ട ആ ഒരു മലയോര മേഖലയിൽ കടലില്ലാത്ത ഒരു സംഭവമാണ്. ആ നാട്ടിൽ നിന്ന് ഞാൻ എത്തുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. കാരണം അന്നത്തെ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് ഈ ഒരു ഫീൽഡിനെ പറ്റിയിട്ട് അറിയാതെ, അപ്പോൾ കൊച്ചി പോലൊന്നും അല്ലല്ലോ എൻ്റെ നാടെന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ ഫാമിലിയിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലോ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിലോ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ എൻ്റെ ഫാമിലിയിലുണ്ട്. സോ അവർ ഒരാൾ പോയി, അതിനുശേഷം മറ്റൊരാൾ പോയി, പിന്നെ അങ്ങനെ ആ ഒരു വഴിയിൽ ഞാൻ തിരഞ്ഞെടുത്തൊരു ഫീൽഡാണ്. അങ്ങനെ വന്നതാണ്. തീർച്ചയായിട്ടും. പത്തനംതിട്ടയിൽ മൈലപ്ര. അപ്പോൾ ഇങ്ങനെ ഒരു ബന്ധുക്കളുടെ ലൈനിലൂടെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ സ്പെസിഫൈഡ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മറൈനിനെ പറ്റി വലിയ ധാരണയില്ലാത്ത ആളാണ് ഞാനെന്ന് മാത്രമല്ല, എനിക്ക് എൻ്റെ വിശ്വാസപ്രകാരം കേരളത്തിലെ ഒരു വലിയ ശതമാനം ആൾക്കാരും അങ്ങനെ തന്നെയാണ്. ഇപ്പം ബസ് അറിയുന്നത് പോലെയോ ലോറി അറിയുന്ന പോലെ അല്ലല്ലോ. മാത്രമല്ല എനിക്ക് തോന്നുന്നു പ്ലെയിനെ കുറിച്ച് കുറച്ചുകൂടി അറിയാൻ കഴിഞ്ഞെന്ന് തോന്നുന്നു. കാരണം ആൾക്കാർ ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്താനും മാർഗമുണ്ട്. യാത്ര ചെയ്യുന്നുണ്ട് ധാരാളത്തിൽ കൂടുതൽ, കപ്പലിലില്ല ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ആൾക്കാർക്ക് അറിയാത്തൊരു മേഖലയാണ്. അതുകൊണ്ടായിരിക്കും എൻ്റെ ചോദ്യങ്ങളൊക്കെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടാവും, അല്ലേ? എന്ത് ഈ സ്പെസിഫൈഡ് കോഴ്സ് ഉണ്ട്? ഇപ്പം കുറേ ഡിപ്പാർട്ട്മെന്റ്സ് കാണുമല്ലോ ഈ ഷിപ്പിൽ, അല്ലേ? ഉണ്ട്. ഓഫീസർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ക്രൂ ഉണ്ട്, പിന്നെ ഗാലി. മെയിൻ ഗാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീഫ് കുക്ക്, സ്റ്റെവേഡ്, ഈ ഒരു ഇതാണ് നമ്മൾ ഗാലി ഡിപ്പാർട്ട്മെന്റ്. ഞാൻ ഈ പറയുന്നത് കാർഗോ ഷിപ്പാണ്, പാസഞ്ചർ ഷിപ്പല്ല. പാസഞ്ചർ ഷിപ്പിൽ നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്, അതിനെ പറ്റിയിട്ട് പറയാൻ ഞാനാളല്ല, കാരണം ഞാൻ പാസഞ്ചർ ഷിപ്പ് ചെയ്തിട്ടില്ല. സോ കാർഗോ ഷിപ്പിലുള്ളതെന്ന് പറഞ്ഞാൽ മറൈൻ എഞ്ചിനീയറിംഗ് ഉള്ള എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, ഡിപ്ലോമ നോട്ടിക്കൽ സയൻസ്, BSc നോട്ടിക്കൽ സയൻസ് പഠിച്ച ഓഫീസേഴ്സ് ഉണ്ടാവും, അതുപോലെ GP റൈറ്റിംഗ്, CCMC പോലത്തെ പഠിച്ച ക്രൂ ഉണ്ടാവും, ഹോട്ടൽ മാനേജ്മെന്റ് പോലത്തെ കോഴ്സുകൾ പഠിച്ചിട്ട് വരുന്ന ചീഫ് കുക്കുമാരുണ്ടാവും. അങ്ങനെ 4 ഡിപ്പാർട്ട്മെന്റ് ആണ് നോർമലി നമുക്ക് കാർഗോ ഷിപ്പിലുള്ളത്. ഞാൻ ക്രൂ ഡിപ്പാർട്ട്മെന്റിലാണ്. ഞാൻ ക്രൂ ആണ്, ഡെക്ക് ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചാണ്, ഒരു ക്രൂവിനെ സംബന്ധിച്ച് ക്രൂവിന്റെ ജോലി A to Z ജോലി ക്രൂ അവിടെ ചെയ്യണം. അതായത് കപ്പൽ ക്ലീൻ ചെയ്യുന്ന മുതൽ, ഹോസ്പിറ്റാലിറ്റി മുതൽ, മെയിൻ്റനൻസ് മുതൽ, കാർഗോ ഓപ്പറേഷൻ മുതൽ നാവിഗേഷൻ വരെ നമുക്കൊരു ക്രൂവിന് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് കപ്പലിൻ്റെ സ്റ്റിയർ പിടിച്ച് കപ്പൽ ഓടിക്കുന്ന അത് ക്രൂ ആണ് ചെയ്യുന്നത്. പലർക്കും ഈ തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പലിലെ ക്യാപ്റ്റൻ ആണോ 24 മണിക്കൂറും സ്റ്റിയർ പിടിച്ച് ഓടിക്കുന്നത് എന്നൊരു തോന്നലുള്ള ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ കപ്പൽ 24 മണിക്കൂർ നമ്മൾ സ്റ്റിയർ ചെയ്യുന്നില്ല. കപ്പൽ പൊക്കോണ്ടേ ഇരിക്കുകയാണ് ഓട്ടോ പൈലറ്റിൽ. ഫ്ലൈറ്റ് ഈ പറയുന്ന പോലെ ഓട്ടോ പൈലറ്റിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമുക്ക് ആവശ്യമായ സമയങ്ങളിൽ മാത്രമായിരിക്കും നമ്മൾ സ്റ്റിയർ ചെയ്യുന്നത്. ആ സ്റ്റിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായ ക്രൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു ഏബിൾ സീമാൻ എന്ന റാങ്കിൽ ഒരാളായിരിക്കും ഈ പറയുന്ന കപ്പലിൻ്റെ സ്റ്റിയർ ചെയ്യുന്നത്. ഓർഡർ തരുന്നതും എങ്ങനെ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നതും ഡ്യൂട്ടി ഓഫീസർ, ക്യാപ്റ്റൻ, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും നമ്മൾ സ്റ്റിയർ പിടിക്കുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലും ഒരു ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് മുതലുള്ള ടോപ്പ് വരെയുള്ള എല്ലാ മേഖലയിലും നമുക്ക് ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ഇന്ന ജോലി എന്നില്ല, എല്ലാ ജോലികളും നമുക്ക് ചെയ്യണം. ഏത് നിമിഷത്തും ഏത് സമയത്തും ഏത് രാത്രിയിലേക്കും എപ്പോൾ വിളിച്ചാലും ഡ്യൂട്ടി നമുക്ക് ചെയ്തേ പറ്റും. നമുക്ക് സർക്കാർ ജോലി ജീവനക്കാരെ പോട്ട് നമുക്ക് 8 മണിക്ക് തുടങ്ങി 9 മണിക്ക് നിർത്തിയാൽ 8 മണിക്ക് തുടങ്ങി 5 മണിക്ക് അങ്ങനെ പരിപാടികളൊന്നുമില്ല. ടൈം ഷെഡ്യൂൾ നമുക്കുണ്ട്, ഇത്ര മണിക്കൂറെ പണി എടുക്കാവോ. അത് ജസ്റ്റ് പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവം, അതൊരിക്കലും റിയാലിറ്റിയിൽ നടക്കാറില്ല.
ഏത് ഫംഗ്ഷൻ ഏത് നിമിഷം വരാൻ കയറി ചെയ്യണം അല്ലേ? അതിനുള്ള വില്ലിംഗ്നെസ് എപ്പോഴും ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും അതിനുള്ള ടെക്നിക്കൽ നോളജ് ഉണ്ടാവണം. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കപ്പലാകെ 21 പേരല്ല 24 പേരായിരിക്കും ഉള്ളത്. ഇതിൽ ഈ ഒരു 6 പേരായിരിക്കും ക്രൂ ആയിട്ടുള്ളത്. ഈ ഒരു 6 പേരിൽ ആർക്കും ഞാൻ പറഞ്ഞില്ല ലീവ് എടുക്കാനോ എനിക്ക് വരാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ റാങ്ക് അനുസരിച്ച് ഓരോ ഡ്യൂട്ടി നമുക്കുണ്ട്. ഇപ്പോൾ ചില സമയത്ത് കപ്പൽ രാത്രിയിലായിരിക്കും കരക്കെടുക്കുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല രാത്രി ഞാൻ പണിയെടുക്കില്ല എന്ന്. കാരണം കപ്പൽ കരക്കടുപ്പിക്കണമെങ്കിൽ കപ്പലിന്റെ മൊത്തം ക്രൂവും പണിയെടുക്കണം. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ചിലപ്പം കപ്പൽ കരക്കടുപ്പിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എമറേഡ് സംഭവിക്കാം, ചിലപ്പോൾ ഇൻസ്പെക്ഷൻസ് ഉണ്ടാവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പം നമുക്ക് 10 മണിക്കൂറായിരിക്കും ജോലി ചെയ്യേണ്ടത്. 24 മണിക്കൂർ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കണ്ടിന്യൂ. 30 മണിക്കൂറൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ 10 മണിക്കൂർ അല്ലെ 12 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പണി നിർത്തി, ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറയാൻ ഒരു ഓപ്ഷൻ നമുക്കില്ല. 30 മണിക്കൂറെങ്കിൽ 30 മണിക്കൂർ നീ പണിയെടുക്കുക, അത് മാത്രമേ ഉള്ളൂ. അടുത്ത ഡ്യൂട്ടി വരുന്ന അത് ചില സിറ്റുവേഷൻ ഉണ്ടാവുന്ന എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം നമുക്ക് പുറത്തുനിന്ന് ഒരു ഹെൽപ്പോ മെക്കാനിക്കലിന്റെ സഹായമോ ഒന്നും നമുക്ക് കിട്ടില്ല. കടലാണ്, നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വീട്, ആ വീടിനെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലേ. സോ അതിലൊരു ഇതില്ലേ നമ്മളുമായിട്ടൊരു സംഭവം, അതായത് എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല ഒരു കാര്യങ്ങൾക്കും. നമ്മുടെ സ്വന്തം വീട്, അത് മാത്രമല്ല നമ്മൾ 24 പേരുടെ ജീവിതം കടലിൽ കൂടെ ഒഴുകുന്ന ഈ ഒരു ഇരുമ്പിലാണുള്ളത്. അപ്പോൾ അത് നമ്മളാണ് കപ്പലിനെ കൺട്രോൾ ചെയ്യുന്നത്, കപ്പൽ നമ്മളെ അല്ല. അപ്പം നമുക്ക് ലീവ് എടുക്കാനോ നമുക്കൊരിടത്തിരിക്കാനോ കഴിയില്ല. നമ്മുടെ ഡ്യൂട്ടി അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് പണിയെടുക്കേണ്ടതായിട്ട് വരും. ഒരു പാസഞ്ചർ ഷിപ്പ് പോലെ മറ്റാൾക്കാരുടെ സാന്നിധ്യം ഇല്ലല്ലോ. ഇല്ല, ഈ സ്റ്റാഫ് തന്നെ തുടക്കം മുതൽ അവസാനം വരെ അതിനകത്തുണ്ട്. പാസഞ്ചർ ഷിപ്പിൽ എനിക്ക് തോന്നുന്നു 2000-ഓളം ക്രൂ ഉണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെന്റിലായി 500-1000 പേരുടെ ക്രൂ ഉണ്ടാവും. പക്ഷേ ഒരു കാർഗോ ഷിപ്പിനെ സംബന്ധിച്ച് 24 പേരാണ് ഇതിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും മൊത്തത്തിലുള്ളത്. അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊരു സഹായം നമുക്ക് ഉണ്ടാവത്തില്ല. നമ്മൾ തന്നെ ചെയ്യേണ്ട ജോലികൾ നമ്മൾ തന്നെ ചെയ്തു തീർക്കുക. ഈ എന്ത് കോഴ്സാണ് പഠിച്ചതെന്ന്? ഞാൻ പഠിച്ചത് GP റേറ്റിംഗ് എന്ന് പറയുന്ന കോഴ്സാണ്. ജനറൽ പർപ്പസ് എല്ലാ ജോലികളും നമ്മൾ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞില്ലേ, അതാണ് GP റേറ്റിംഗ്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 മാസം കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലാണ് ഈ പറയുന്ന ക്രൂ ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ. എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാളിഫിക്കേഷൻ ആണ്. നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ആ ഒരു കോഴ്സിലേക്ക് കയറാം, +2 കഴിഞ്ഞവർക്ക് ആ ഒരു കോഴ്സിലേക്ക് കയറാം, ഡിഗ്രി കഴിഞ്ഞവർക്ക് ആ ഒരു കോഴ്സിലേക്ക് തിരഞ്ഞെടുക്കാം. തീർച്ചയായിട്ടും 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും ഈ കോഴ്സ് ചെയ്യാം. അപ്പം ബേസിക് 10 കഴിഞ്ഞാൽ ചെയ്യാം. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ഒരു കോഴ്സിന് കയറി ഈ ഒരു ജോലിയുടെ പ്രത്യേകത നോ വാറണ്ടി നോ ഗ്യാരണ്ടി. സോ നമ്മൾ നാളെ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു ആക്സിഡന്റ്, ഒരു അപകടം, ആ അപകടത്തിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റി, നമ്മൾ മെഡിക്കൽ അൺഫിറ്റായി, സോ നമ്മുടെ ഷിപ്പിംഗ് ലൈഫ് അവിടെ കൊണ്ട് കഴിഞ്ഞു. സോ ഈ 10ാം ക്ലാസ് പഠിച്ച ഒരാളെ സംബന്ധിച്ച് അവൻ മുന്നോട്ട് എന്ത് ചെയ്യും? അത് കഴിഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ നമുക്കില്ല. അപ്പോൾ ഈ 10ാം ക്ലാസ് എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് കഴിഞ്ഞ് ഈ ക്രൂ ആയിട്ട് ഇത് കോഴ്സ് പഠിച്ച് കപ്പലിലേക്ക് കയറി ലക്ഷങ്ങൾ സമ്പാദിക്കാവുന്ന കുറേ ഫേക്കായിട്ടുള്ളവർ കുറേ ആൾക്കാരുടെ ഈ ആഡും അതുപോലെ ഇൻസ്റ്റാഗ്രാം റീൽസും ഒക്കെ കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പിള്ളേർ ഇതിലേക്ക് എടുത്ത് ചാടുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ക്രൂവിൻ്റെ ശമ്പളം ഞാൻ പറഞ്ഞാൽ 1 ലക്ഷം രൂപ ശമ്പളമുണ്ട്, അല്ലെ 1.25 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ ശമ്പളമുണ്ട്. ഈ 1.5 ലക്ഷം രൂപ ശമ്പളം നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ട് വരൂ, കപ്പലിൽ 1 ലക്ഷം രൂപ ശമ്പളം എന്നൊരു ക്യാപ്ഷൻ കാണുമ്പോൾ ഏതൊരു കുട്ടി, ഇപ്പോഴത്തെ ഒരു തലമുറ ഞാൻ പറയാം, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഠിക്കുന്നു, ഒരുപാട് പഠിച്ചിട്ടും ഒരു കാര്യമില്ലാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ടെക്നിക്കലി ഒരു പ്രൊഫഷൻ പഠിച്ചവർക്ക് ജോലി കിട്ടാൻ പെട്ടെന്ന് ഒരു എളുപ്പം ജോലി കിട്ടുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. ഏറ്റവും പുതിയ തലമുറ പറയുന്നത് കൂടുതൽ പഠിക്കണ്ട, എത്രയും പെട്ടെന്ന് ജോലി വേണമെന്നാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അയക്കുന്ന പിള്ളേർ മൊത്തം ഈ 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നവരാ. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ എടുത്തോട്ടെ എന്നാണ് ചോദിക്കുന്നത്. അതിനർത്ഥം അവർക്ക് +1 +2 ഡിഗ്രിയോ എടുക്കണമെന്നുള്ള താല്പര്യം കൊണ്ടല്ല. ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞാൽ ഈ ക്യാപ്ഷൻ വെച്ചിട്ട് ഇറക്കുന്ന റീലുകളും യൂട്യൂബ് വീഡിയോസും ഇൻസ്റ്റാഗ്രാം വീഡിയോസിൻ്റെ ഒക്കെ കാരണമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് ഈ ആഡ് കൊടുക്കുന്നതിൻ്റെതും ഈ നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തന്നെ, കപ്പലിൽ ജോലി ചെയ്യുന്നവർ തന്നെ വിളിച്ചു പറയുന്ന കാര്യം എന്താണെന്നറിയോ? 10ാം ക്ലാസ് പഠിക്കൂ, ലക്ഷങ്ങൾ സമ്പാദിക്കൂ. അത് കപ്പലിൽ ജോലി ചെയ്യുന്ന ഒരാൾ തന്നെ ഈ ഒരു സംഭവം പബ്ലിക്കിന്റെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അവരെന്തായിരിക്കും അത് റോങ് ആയിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും അവർ ആ വ്യക്തിയെ വിശ്വസിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്നത്. സോ ഇവർ 10ാം ക്ലാസ് കഴിഞ്ഞ് ഈ ഒരു GP റേറ്റിംഗ് എടുത്ത് പഠിച്ച് ഇവർ എങ്ങനെയും കപ്പലിൽ കയറിയെന്നിരിക്കട്ടെ, ഞാൻ അതാ പറഞ്ഞത്
പറഞ്ഞാൽ നാളെ ഒരു ദിവസം മെഡിക്കൽ അൺഫിറ്റ് ആവുകയോ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്ക് വേറെ ഓപ്ഷൻ പിന്നീടില്ല. അവൻ്റെ ജീവിതം അവിടെ കഴിയും. നാളെ ഒരു സമയത്ത് 10ാം +2 പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവൻ ലൈസൻസ് കിട്ടൂ എന്നൊക്കെ നമ്മൾ പറയുന്ന കേൾക്കാം. അത് ശരിക്കും പ്രാബല്യത്തിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ പിള്ളേർക്ക് നാട്ടിൽ വണ്ടി പിടിച്ച് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് എന്താ പറയുക തെറ്റിദ്ധാരണകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ലത്, തെറ്റാണ്. കോഴ്സ് നടത്തുന്നവരെ സംബന്ധിച്ച് ഇതിൻ്റെ എലിജിബിലിറ്റി 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വരൂ, അങ്ങനെ കഴിഞ്ഞിട്ട് വരുന്ന ഒരാളോട് നിങ്ങൾ വരണ്ടെന്ന് അവർ പറയത്തില്ല. അവരെ സംബന്ധിച്ച് ഒരു ബിസിനസ്സാണ്. അത് മനസ്സിലായില്ലേ? അപ്പോൾ തീരുമാനിക്കേണ്ടത് ആ കുട്ടികളും അവരുടെ വീട്ടിലുള്ളവരുമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും ഈ ഒരു കോഴ്സിന് വിടാതിരിക്കുക. മിനിമം +2 എങ്കിലും പഠിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാവൂന്ന് പറയാം. കാരണം പഠിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നതല്ല. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന, എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന, ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് കുറെ പിള്ളേർ ഒരുപാട് പേര് പെട്ടുപോകുന്നുണ്ട്. പിന്നെ അതിനകത്ത് ദൂരാൻ പറ്റില്ല. ഇല്ല, കാരണം ഇത് പഠിക്കുന്നവർക്ക് ഇത് പഠിച്ചാൽ ജോലി കിട്ടില്ല എന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ആഡിൻ്റെ അകത്ത് പറയാണ് 10ാം ക്ലാസ് പഠിക്കൂ, നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം നേടാം, കപ്പലിലേക്ക് വരൂ. ഇത് കണ്ടുവരുന്ന ഒരാൾ എന്താ ചെയ്യുന്നത്? അവർക്കില്ല, അവർക്ക് ജോലി കിട്ടുന്നില്ല. സോ ഇത് വിശ്വസിച്ച് വരുന്നവർക്ക് ജോലി ഇല്ലാതാണ് പിന്നെ നടക്കാൻ പോകുന്നത്. ലക്ഷക്കണക്കിന് രൂപ വീണ്ടും കൊടുക്കേണ്ടി വരും ജോലി കിട്ടണമെങ്കിൽ. മനസ്സിലാക്കാനുള്ള അവസരമില്ല, ആളില്ലല്ലോ. എന്നെ വിളിക്കുന്ന കോള് എന്നോട് ആദ്യം ചോദിക്കുന്നത്, ചേട്ടാ ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ജിപി റൈറ്റിംഗ് കോഴ്സ് പഠിച്ചോട്ടെ? അപ്പം ഞാൻ പറയും, നീ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മിനിമം നിൻ്റെ ക്വാളിഫിക്കേഷൻ +2 എങ്കിലും പാസ്സാവുക, അതിനുശേഷം ഇതിനെപ്പറ്റി ചിന്തിക്കുക. കടലിൻ്റെയും കപ്പലിൻ്റെയും യാത്രകളുടെയും കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം.